എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. നോഹയെ കുറിച്ച് നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നോഹയുടെ 3 പണികൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ഒന്നാമത്തെ പണി പെട്ടകം പണിതാണ്. പെട്ടകം പണിതത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആയിരുന്നു. ആ അളവനുസരിച്ച് തന്നെ നോഹ പണിതു. എന്നാൽ നോഹ ഉദ്ദേശിച്ചതുപോലെ ഈ പെട്ടകത്തിൽ മറ്റാരും കയറിയില്ല. ദൈവം പറഞ്ഞ പ്രകാരം മൃഗങ്ങളെയും ജന്തുക്കളെയൊക്കെ അതിൽ കയറ്റി. ഒടുവിൽ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി. മറ്റാർക്കും നോഹയുടെ പെട്ടകം രക്ഷയ്ക്ക് കാരണമായില്ല എങ്കിൽ പോലും എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിതു. നോഹ പണിതത് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, പക്ഷേ മറ്റാരും അതിൽ കയറിയില്ല. നോഹയ്ക്കും കുടുംബത്തിനും ആ പെട്ടകം രക്ഷാ കാരണമായി തീർന്നു. രണ്ടാമത്തെ നോഹയുടെ പണി എന്ന് പറയുന്നത് യാഗപീഠം പണിതാണ്. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നോഹ ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ ചിലതിനെ ദൈവത്തിന് യാഗം അർപ്പിച്ചു. ആ സൗരഭ്യം സ്വർഗത്തിലെത്തിയപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു, ഇനി പ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുക. അതിനടയാളമായി ഒരു മഴവില്ല് കൊടുത്തു. അതുകൊണ്ടാണ് ഒരു പഴയ പാട്ടിന്റെ വരികളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കാർമുകിൽ ഭീകരം ആയി വരും നേരം കാൺമതോ നിയമത്തിൻ വില്ല നായതിൻ തീരുമൻ ഭാരം കാൺമതോ നിയമത്തിൻ വില്ല നായതിൻ തീരുമൻ ഭാരം. കാർമുകിൽ എത്ര ഭീകരമായി വരുമ്പോഴും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ഒരു നിയമത്തിന്റെ വില്ല് കാണാം. ആ കാർമേഘങ്ങളുടെ നടുവിൽ ഒരു മഴവില്ല് ദർശിപ്പാൻ കഴിയും. അത് കാണുമ്പോൾ ദൈവത്തിന്റെ നിയമം നമുക്ക് ഓർക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായി വർദ്ധിച്ചു വരുമ്പോഴും, കാർമുകിൽ പോലെ പ്രശ്നങ്ങൾ കൂടി വരുമ്പോഴും ദൈവത്തിന്റെ നിയമത്തെ, വ്യവസ്ഥകളെ, വാറ്റത്വങ്ങളെ നമുക്ക് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിയണം. മൂന്നാമത്തെ നോഹയുടെ പണി എന്ന് പറയുന്നത് ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയതാണ്. പക്ഷേ അതിൽ നോഹ മുങ്ങിപ്പോയി. ഒരിക്കൽ ഒരു ചിന്തകൻ പ്രസംഗിച്ചത്, ഭൂമി മുഴുവൻ പ്രളയത്തിൽ മുങ്ങിയിട്ടും നോഹ മുങ്ങിയില്ല, പക്ഷേ വീഞ്ഞിൽ നോഹ മുങ്ങിപ്പോയി. അവിടെയാണ് ഹാം ശപിക്കപ്പെടുന്നത്. നാം ഓർക്കണം, എല്ലാ പണികളും ദൈവത്തിന് പ്രസാദകരം ആകണം എന്നില്ല. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ്ലീഹ പറയുന്നത്, നന്മയും പൂർണ്ണപ്രസാദവുമായുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പം നന്മയായിരിക്കണം, പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതമായിരിക്കണം. നോഹയുടെ ഒന്നാമത്തെ പണി കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. രണ്ടാമത്തെ പണി ദൈവത്തിന്റെ നല്ലൊരു നിയമം ലഭിപ്പാൻ കാരണമായി. മൂന്നാമത്തെ പണി ഒരു തലമുറ ശപിക്കപ്പെടുവാൻ കാരണമായി. ആകയാൽ നമ്മുടെ പണികൾ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് പ്രസാദവും നന്മയുമായിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യാം.
നന്മയും പൂർണ്ണപ്രസാദവുമായുള്ള ദൈവഹിതത്തിനായി സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ഇന്നത്തെ ദിവസം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിച്ച് സൂക്ഷിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.